നല്ല പടല്ലേ, അടിപൊളി പടല്ലേ. അല്ലേ ഇതിലേ പോണേ ഇല്ല, കണ്ടില്ല, ആരും പ്രേക്ഷകരോട് എന്താ പറയാ? പ്രേക്ഷകർ എല്ലാവരും കാണണം, അടിപൊളി പടം. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും പെർഫോം ചെയ്യാൻ നല്ല സ്പേസ് ഉണ്ട്. അതെല്ലാവരും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നത്. അടിപൊളി. നല്ല കലക്കൻ അടിപൊളി അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പടത്തിലുണ്ടെങ്കിൽ I'm there in the film but first time I'm watching it and yes there is നല്ലപോലെ കോമഡി ഉണ്ട്. Yes of course, എന്തായാലും ഇത് കാണുന്നില്ലേ, there's so much crowd for sure. Okay, thank you. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരുടെ കൂടി ഇരുന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഉണ്ടായിരുന്നു ഫീൽ എങ്ങനെയായിരുന്നു? ഷോർട്ട് ആദ്യത്തെ പടമാണ്. അപ്പോൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് എല്ലാ ആക്ടേഴ്സും. ബോക്സിംഗ് ട്രെയിനിങ് ഒക്കെ ഏകദേശം 5-6 മാസം ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണുന്ന ഒരു പടമാണ്. കോമഡിയും അതുപോലെ തന്നെ ആക്ഷൻ പരിപാടി എല്ലാം ഉള്ള ഒരു പടമാണ്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ തന്നെ കാണണം. താങ്ക് യു. സൂപ്പർ പടമായിരുന്നു, നല്ല പടമായിരുന്നു. അടിപൊളിയായിരുന്നു. പടം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടമാണ്, അടിപൊളി പടം. പടം ഇഷ്ടപ്പെട്ട? സൂപ്പർ പടം. ഇഷ്ടപ്പെട്ടോ? പടം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഫൈറ്റൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? സൂപ്പർ പടം, സൂപ്പർ പടം, അടിപൊളി പടം, അടിപൊളി സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? പടം എങ്ങനെയുണ്ട്? നല്ല പടം, നല്ല പടം. ഇഷ്ടപ്പെട്ടോ? ഫൈറ്റൊക്കെ ആ ഒരു എന്താ പറയുക എക്സൈറ്റ്മെന്റും ഫീലും രോമാഞ്ചൊക്കെ ഇടയ്ക്ക് വരും. നല്ലതാണ്, അടിപൊളിയായിരുന്നു. ഒന്നും പ്രതീക്ഷിക്കണ്ട. കുറെ ചിരിക്കാനും ഫൈറ്റ് കാണാൻ, കുറച്ച് റൊമാൻസ് കാണാൻ, അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വരും. തിരിച്ച് തന്നെ ഒന്ന് കാണണം ഉറപ്പായിട്ടും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അച്ഛൻ്റെ ഒപ്പം ഇരുന്നത്. അച്ഛൻ ഇതിൽ ഞാൻ പുറകിലായിരുന്നു. ബട്ട് യെസ്, അച്ഛന് ഒരുപാട് ഇഷ്ടമായി, സന്തോഷമായി ആൾക്ക്. അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫിലിമും അച്ഛന് ഇഷ്ടമായി. പുള്ളിയുടെ എഴുത്താണ്. പുള്ളി എവിടെ നിന്നൊക്കെ കണ്ടുപിടിക്കുന്നു വരുന്നു. ഇത്രയും ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. ഇത്രയും വെറൈറ്റി കിസ് ഉണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചത്. ഞാൻ അനഘയുടെ അച്ഛനാണ് അഭിനയിച്ചത്. അടിപ്പടാണോ? ഇടിപ്പടം തന്നെയാണ്. ഇടി കാണാൻ ഇഷ്ടമുള്ളവർക്കും ബോക്സിങ് കാണാൻ ഇഷ്ടമുള്ളവർക്കും തീർച്ചയായും കാണാൻ പറ്റുന്നതും എൻ്റർടൈൻ ചെയ്ത് ഇരിക്കാൻ പറ്റുന്നതായിട്ടുള്ള മൂവി തന്നെയാണ് ആലപ്പുഴ ജിങ്കാന. എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം. സിനിമ കണ്ടിട്ട് നമ്മൾ കറക്റ്റ് ആ ഒരു നമുക്കൊക്കെ ഈ ഒരു സ്പോർട്സ്മാൻ എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഓഡിയൻസ് എന്നുള്ള നിലയിൽ അഭിനയിച്ചെന്നുള്ളത് ഞാൻ നോക്കുന്നില്ല. നല്ല ഭയങ്കര സന്തോഷം. കാരണം നമ്മുടെ അതേ സാധനം തന്നെ സിനിമയിൽ കാണാൻ സാധിച്ചു. ബോക്സിങ് നമുക്ക് ആ ഒരു എഫക്റ്റ് കറക്റ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു തീം കിട്ടുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് ആ സിനിമ. താങ്ക് യു. എന്താ പറയണ്ടേ? എന്ത് പ്രതീക്ഷ വരണം? അടിപൊളിയാവും. എന്ത് പ്രതീക്ഷ വന്നാൽ അടിപൊളിയാവും എന്നൊക്കെയാണ്. ബോക്സിംഗ് ആണ് ഏറ്റവും മെയിൻ. അടിപൊളി സെറ്റ് പടമായിരുന്നു. എന്താ പറയാ, ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെയും ഇറങ്ങി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. നമ്മൾ ചെയ്തതിന്റെ എങ്ങനെയാണ് വന്നേക്കണെന്ന് കാണണമെന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഒരു ശ്വാസം പറ്റും. കാതൽ എന്ന് പറഞ്ഞ സിനിമ ഒരു കാമായിട്ടുള്ള സിനിമയാണ്. പക്ഷെ ഇത് നേരെ തിരിച്ച് ഭയങ്കര ബഹളം കോമഡി അങ്ങനെ. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ എന്താ തോന്നിയത്? പ്രത്യേകിച്ചൊന്നും തോന്നില്ല.
ഐ വോണ്ട് ടു ആക്ട് മോർ ബെസ്റ്റ് സെറ്റ്. അതേപോലെയാണ് ഈ സിനിമ കാണുന്ന പോലെ തന്നെയാണ് സെറ്റും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാണല്ലോ. ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചു വളർന്നത് ആ ഒരു മൂഡിൽ തന്നെയാണ്. അതേ സ്കൂളിലൊക്കെ പോയ പോലത്തെ ഒരു ഫീലാണ് ഇവരുടെ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ. അത് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ്. അത് ഫുൾ ക്രെഡിറ്റ് റഹ്മാൻക്കൊക്കെയാണ്. ഖാലിദ് റഹ്മാൻ എന്നുള്ള ഫിലിം മേക്കറാണ് ഇതിന്റെ ഫുൾ ക്രെഡിറ്റ്. കാരണം ഇത് നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നിട്ടാണ് അന്ന് എന്താണ് ഷൂട്ട് ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ ഫുൾ ഇംപ്രൈസേഷൻ എന്നല്ല, ഫുൾ റഹ്മാൻക്കടെ തലയിലാണ് കൂടെ. ഇപ്പൊ റഹ്മാൻക്ക് ഒന്ന് പറഞ്ഞു തരുന്ന സാധനം നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഞാൻ കണ്ടില്ലല്ലോ. ട്രെയിൻ ഉണ്ടായിരുന്നോ? ട്രെയിൻ ഞാൻ ട്രെയിൻ ആയിരുന്നോ? ഇല്ല ഞങ്ങള് വളരെ ഈസി ആയിട്ട് ഒരു വേദനകളും ഇല്ലാതെ വളരെ ഈസി ആയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. വെറുതെ പറഞ്ഞ കേട്ടോ, ഭയങ്കര ഹാർഡ് വർക്കും കാര്യങ്ങളായിരുന്നു. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു.